പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ.എസ്. ഹംസ പ്രചാരണ തിരക്കിലാണ്. അതിനിടയിലും അദ്ദേഹം നമ്മോടൊപ്പം അല്പസമയം പങ്കുവെക്കുകയാണ്. ഇപ്പോൾ പ്രചരണത്തിൽ വരുമ്പോഴും മുമ്പേയാണോ? വളരെ മുമ്പിലാണ്. കേരളം ശരിക്കും രാഷ്ട്രീയമായി ഒരു തെരഞ്ഞെടുപ്പിന് ഉണർന്നിട്ടില്ല. പക്ഷേ പൊന്നാനി കാലേക്കൂട്ടി സജ്ജമായി. വളരെ മുമ്പേ പൊന്നാനി ഒരുങ്ങി. ഞങ്ങൾ ആദ്യഘട്ടം എന്ന നിലക്ക് 6 അസംബ്ലി സെഗ്മെൻറ്റ്സും ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഇതടക്കം ഇനി ഒരു മണ്ഡലം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നാളത്തോടുകൂടി അതും ഫിനിഷ് ചെയ്യും. വളരെ നേരത്തെ തുടങ്ങാനായതുകൊണ്ട് മണ്ഡലത്തിലെ മുക്കും മൂലിൽ നമ്മൾ എത്തുന്നു എന്നുള്ള ഉറപ്പാക്കാൻ പറ്റൂലേ? അത് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന കാര്യം. അവൈലബിൾ MP എന്നുള്ളതാണ്. അത് മുക്കിലും മൂലയിലും അവൈലബിളായ MP എല്ലായിടത്തും ഞങ്ങൾ പ്രചരണത്തിനുണ്ടാവും. പ്രചരണം കഴിഞ്ഞാലും ഉണ്ടാവും, വിജയിച്ചാലും ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് വോട്ടർമാരോട് പറയുന്നത്? വോട്ടർമാരോട് പറയാനുള്ളത്, ആദ്യം വോട്ടർമാർക്കൊരു ആശങ്കയുണ്ട്. സത്യത്തിൽ ഇവിടുത്തെ വോട്ടർമാർക്ക് ഒരു തരം അരാഷ്ട്രീയ ചിന്തയൊക്കെ ബാധിച്ച പോലെ ആയിട്ടുണ്ട്. രാഷ്ട്രീയത്തോടെ തന്നെ എന്തോ ഒരു തരം വിമുഖത കാണിക്കുന്ന ഒരു സ്വഭാവം അറിയാതെ കയറി വന്നിട്ടുണ്ട്. കാരണം ഇത് തെരഞ്ഞെടുപ്പൊക്കെ ഒരു കമേഴ്ഷ്യലൈസ് ചെയ്ത് എന്തൊക്കെയോ ആക്കി മാറ്റിയിരുന്നു. ജയിച്ച ആളുകൾ പിന്നെ കാണുന്നില്ല, പിന്നെ പിറ്റത്തെ തെരഞ്ഞെടുപ്പിനെ കാണുന്നുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ സംതിങ് ഡിഫറൻസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ഈ സ്വതന്ത്രന്മാരുടെ വേഷം കെട്ടി വരുന്നില്ല. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു ധീരതയും ധൈര്യവും കാണിച്ചിട്ടുണ്ട്. ഒന്ന്, അത് അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. രണ്ടാമത്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് ജയിക്കുകയും ചെയ്യും, ജയിച്ചാൽ മണ്ഡലത്തിൽ അവൈലബിൾ ആവും എന്ന് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യഘട്ട വിജയം. 47 വർഷമായിട്ട് ലീഗിൻ്റെ സ്വന്തം മണ്ഡലമാണ്. അത് എങ്ങനെ കാണുന്നു? അതിനെ അവരൊരു പൊന്നാപുരം കോട്ടയൊക്കെയായിട്ട് പൊന്നാനെ വിശേഷിപ്പിക്കുന്നവർ. തകരാത്ത കോട്ടകൾ ഏതാണുള്ളത്? ഒരു തകരാത്ത കോട്ടയില്ല. 25,000 23,000 വോട്ടിനല്ലേ കഴിഞ്ഞ മുമ്പത്തെ തവണ പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ നോക്കണ്ട, അതൊരു കുത്തൊഴുക്ക, രാഹുൽ തരംഗത്തിൻ്റെ ഒരു കുത്തൊഴുക്കാണ്ടായിരുന്നത്. അതിനു മുമ്പ് 23,000 വോട്ടിൻ്റെ ഉള്ളൂ മാറ്റേണ്ടായിരുന്നുള്ളൂ. അന്ന് സംഘപരിവാറിന് അധികാരത്തിന് താഴെ ഇറക്കിയാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് വരാനുള്ളത്. ആ ഒരു അനുകൂലം കൂടി ഉണ്ടായിരുന്നു. അത് ഉണ്ടായിട്ട് കൂടി 23,000 വോട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഇത്തവണ സംഘപരിവാറിനെ താഴ്ത്തി കഴിഞ്ഞാൽ കയറാനുള്ളത് ഞങ്ങളൊക്കെ തന്നെയാണ്. 2014 ട്രെൻഡ് ആകുമ്പോൾ പൊന്നാനിയിലാണോ കണക്കാക്കുന്നത്? ആ ട്രെൻഡിൽ നിന്ന് അനുകൂല ഘടകങ്ങൾ കൂടി ആഡഡ് ആയി മാറും. ഇപ്പോൾ ഞങ്ങൾക്കൊരു അതിനുശേഷം ഉണ്ടായിരുന്ന ഈ UDF അനുകൂല ഒരു ചിന്താഗതി വരാറുണ്ടല്ലോ, അത് മാറി മോഡിയെ താഴെയിറക്കിൽ പകരം LDF നേതൃത്വം നൽകുക, LDFന് മുഖ്യ പ്രാതിനിധ്യമുള്ള ഒരു ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ അധിക വോട്ട് കൂടി ഞങ്ങൾക്കുണ്ടാവും. പഴയ സഹപ്രവർത്തകരുടെ സമാധാനിയാണല്ലോ മറുവശത്തെ. എങ്ങനെ കാണും എതിർ സ്ഥാനാർത്ഥിയെ? അതിപ്പോൾ ഈ കോട്ടക്കലിൻ്റെ മണ്ണിൽ നിന്ന് ഞാനൊന്നും പറയേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന് എന്നേക്കാൾ കൂടുതൽ കോട്ടക്കലിലുള്ള ആളുകൾക്കറിയാം. അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനാണ്, കഴിവുള്ളയാളാണ്. അതൊക്കെയാണ്. ഞാൻ ഒരു സ്ഥിരം രാഷ്ട്രീയക്കാരനാണ്. ഞാനൊരു വാദനോ പ്രസംഗനോ മാത്രമല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. അതുതന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്, ഫുൾ ടൈം രാഷ്ട്രീയക്കാരൻ. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ വേണോ എന്നുള്ളത് ഈ കോട്ടക്കലിലെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വലിയ പണിയുണ്ടാവില്ല. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പുണ്ടായിരുന്ന മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അവിടുത്തെ ആളുകൾ ചോദിച്ചാലും അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. എൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം അനുഗ്രഹീതനായ ഒരു പണ്ഡിതനാണ്. ഒരുപാട് ഭാഷകൾ അറിയാം. എത്ര ഭാഷയിലും മോഡി എതിർത്തു എന്നൊന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഏതെങ്കിലും ഒരു ഭാഷയെങ്കിലും ഉപയോഗിച്ചോ എന്നുള്ളത് പറയാൻ അതറിയില്ല. ഈ ലീഗിൽ നിന്നുള്ള ട്രാൻസിഷൻ എങ്ങനെയാണ് വോട്ടർമാർ ഉൾക്കൊള്ളുന്നുണ്ടോ? അതുകൊണ്ട് ഇതിപ്പോൾ കുറച്ച് കാലേ കൂട്ടിയിട്ടുള്ള ആണോ? ഇതിപ്പോൾ 1-2 കൊല്ലമായാലോ ഈ തുടങ്ങിയിട്ട്. മാത്രമല്ല, പണ്ടും ഞാനൊരു ഇടതുപക്ഷമായിട്ട് ചേർന്ന് ഇടതുപക്ഷ മനോഭാവം പുലർത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് CPM അല്ല, കമ്മ്യൂണിസ്റ്റും അല്ല, പക്ഷേ ഇടതുപക്ഷ നിലപാടുകൾ പുലർത്തിയിരുന്നു. അതേ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ചിന്താഗതിയാണല്ലോ, അത് മുമ്പേ നിലനിർത്തി വന്നിരുന്നു. പിന്നെ രണ്ടാമത്തത്, ലീഗല്ലെന്ന് ഇവരാരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ നടക്കുക? അതൊരു സാങ്കേതികത്വത്തിൻ്റെ വിഷയമാണ്. ഞാൻ അവരെ ഉപേക്ഷിച്ചതല്ലല്ലോ. ഞാൻ അഴിമതിക്കും അതിനകത്തുള്ള അഴിമതിക്ക്, മൂല്യച്യുതിക്ക് എതിരെയാണ് ഞാൻ വിപ്ലവം നടത്തിയത്. പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം, നാളെ ഹൈദരലി തങ്ങളുടെ മരണദിനം നാളെയാണ്. അദ്ദേഹത്തെ ED വേട്ടയാടിയതൊക്കെ അറിയാം. ആ പാവം മനുഷ്യൻ, സാത്വികനായ ഒരു മഹാമനീഷി, ഒരു ഋഷിതുല്യനായ മനുഷ്യൻ, അദ്ദേഹത്തെ ED വേട്ടയാടിയതിന് ശേഷം അദ്ദേഹം പുറം ലോകത്തേക്ക് പിന്നെ വന്നിട്ടില്ല. നിത്യരോഗാതുരനായി. അതിൻ്റെ കാരണം എന്താണ്? 10 കോടി രൂപ ഇവരുടെ കള്ളപ്പണം അദ്ദേഹത്തിൻ്റെ പേരിൽ നിക്ഷേപിച്ചു. എന്നിട്ട് എന്തുണ്ടായി? അവസാനം ഇവരുടെ അന്വേഷണം ഇവരടുത്ത് വന്നപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഈ അക്കൗണ്ട്, ചന്ദ്രികയുടെ അക്കൗണ്ട്, അതിൻ്റെ മാനേജർ തങ്ങൾ ആ പൈസ തിരിച്ച് വിഡ്രോ ചെയ്ത് മേടിച്ചു കൊണ്ടുപോയതും തങ്ങളുടെ ഒപ്പിട്ടിട്ട് മേടിച്ചു. തങ്ങളല്ലേ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? തങ്ങളുടെ അടുത്ത് ചെക്ക് കൊണ്ടുപോയി വെച്ച് കൊടുത്തു. തങ്ങളിതൊന്നും അറിയുന്നില്ല, പൈസയിൽ ഇട്ടതറിയുന്നില്ല. പാവ മനുഷ്യൻ. ഇവർ കൊണ്ടുപോയി ചെക്കിൽ വരച്ചു കൊടുത്തു. അവരാ കാശ് കൊടുത്ത് പോയി, മുങ്ങിപ്പോയി. ED അദ്ദേഹത്തെ വളഞ്ഞു.
ഇങ്ങനെ എത്ര മഹല്ലുകളുടെ കാതിയായിട്ടുള്ള ആര് ചെന്നാലും സുസ്മേരവദനായി സ്വീകരിക്കുന്ന ഋഷിതുല്യനായ മഹാമനുഷ്യനെ അവസാനം ഈടിയുടെ മുമ്പിൽ വേട്ടയിടാൻ വിട്ടുകൊടുത്തില്ലേ? എന്നിട്ട് എന്ത് രാഷ്ട്രീയം അവർക്ക് പറയാനുള്ളത്? മാത്രമല്ല അതിനുശേഷം അദ്ദേഹം പുറത്ത് നല്ല ബോധത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതാണ് ഞാൻ 2021 ഏപ്രിൽ മാസം ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഉന്നയിച്ച ആദ്യത്തെ പ്രശ്ന പൊട്ടിത്തെറി അതായിരുന്നു. അപ്പോൾ അന്ന് അവർ പറഞ്ഞത് ഇ ഡി വന്നിട്ടേ ഇല്ലെന്നാണ്. ഞാൻ തെളിവുകൾ ഹാജരാക്കിയപ്പോഴാണ് പറഞ്ഞത് ഇ ഡി അത് കുരുമുളകിൻ്റെ വള്ളി പൊട്ടിക്കാൻ കയറിയതാണ് അവിടെ എന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബെന്ന്. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞു. അതെന്താ ഇ ഡിക്ക് കയറിക്കൂടെ, കുരുമുളകിൻ്റെ വള്ളി പൊട്ടിച്ചുകൂടെ? അങ്ങനെ കുറേ ബഫൂണുകളായ കുറേ ആളുകളുണ്ട് ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ടായിരുന്നു. എല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. ഞാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, അല്ല ഈ കാലത്ത് 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരേക്കും ഇ ഡി കുരുമുളകിൻ്റെ വള്ളി പൊട്ടിക്കുന്നതായിരുന്നു പണി അവിടെ എന്ന് ചോദിച്ചു. അത്ര അവർ നിസ്സാരമാക്കി ആ മനുഷ്യനെ ഇ ഡിക്ക് മുമ്പിൽ വിട്ടുകൊടുത്തു വേട്ടയാടാൻ. അപ്പോൾ അതൊക്കെ യഥാർത്ഥ ലീഗുകാർ അറിയല്ലോ. അങ്ങനെയുള്ള ലീഗുകാരുടെ പിന്തുണ അങ്ങേക്ക് കിട്ടും ധാരാളമുണ്ട്. അങ്ങനെയുള്ള ലീഗുകാരുടെ ധാർമ്മികമായ പിന്തുണ ഈ ഇലക്ഷനിൽ എനിക്കുണ്ട്. ഞാൻ അവരുടെ കൂടി പ്രതിനിധിയാണ് ഈ ഇലക്ഷനിൽ. പൊന്നാനി ചുവക്കും അല്ലേ? പൊന്നാനി ഇടത് ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു വേർതിരിവിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ശക്തിയായി ഒരു ചിഹ്നമായി പൊന്നാനി മാറും. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിനിടയിൽ വീണ്ടും കാണണം. എന്താണെങ്കിലും KS ഹംസ പ്രചരണത്തിൻ്റെ തിരക്കിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീഗിലെ വോട്ടുകൾ കൂടി അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷയാണുള്ളത്. വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വോട്ട് തേടുകയാണ്.